ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് ഒരു തകർന്നൊരു അമ്പലമുണ്ട്, ഒരു ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ തന്നെ നമ്മൾ നിൽക്കണത്. റോഡ് സൈഡിൽ തന്നെയാണ് ഈ അമ്പലം. അപ്പോൾ ഇപ്പം അധികം ഇതിൽ പൂജകളൊന്നും നടക്കണില്ല. കല്ലുകളൊക്കെ ഉണ്ട് ഇവിടെ. ഗൈസ്, ഈ അമ്പലത്തിൻ്റെ കുറേ ഡീറ്റെയിൽ അറിയുന്നതാണ്. ഈ ഭാഗത്തുള്ള കുറച്ച് പിള്ളേർക്ക് ഇവിടുത്തെ എങ്ങനെ അതിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയാം. അപ്പം നല്ല പഴക്കം കണ്ടിട്ട് അമ്പലത്തിന്. ദേവിയുടെ ക്ഷേത്രം എന്നാണ് പറയുന്നത്. പിന്നെ അതാ അതിൻ്റെ സൈഡിലൊരു കിണറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല. അതായത് ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഇതല്ലേ. അപ്പോൾ അത് ഈ അമ്പലത്തിൻ്റെ ബാക്കിലുണ്ടല്ലോ ഒരു ആൽമരൊക്കെ വന്നിട്ട്. ഇവിടെ വിളക്കൊക്കെ വയ്ക്കാറുണ്ടെന്നാണ് പറയണത്. ഇതാണ്ട് ചെറിയ കല്ലൊക്കെ ഉണ്ട്. അയ്യപ്പൻ ഇതാണ്ട് അതിൻ്റെ സൈഡിൽ വലിയൊരു ആൽമരൊക്കെ വന്നിട്ട്. ഈ സൈഡൊക്കെ കണ്ടില്ലേ, തകർന്നിരിക്കുകയാണ് ഈ മതിലൊക്കെ ഫുള്ളായിട്ട്. ഇവിടെ സിനിമ ലൊക്കേഷൻ കൂടിയാണല്ലേ ഈ അമ്പലം. സിനിമ ലൊക്കേഷൻ 2 വട്ടല്ലേ? ഏതാ പടം? അപ്പോൾ ഉള്ളിലൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കണം. പിന്നെ ഇവിടെ ഇടയ്ക്കൊക്കെ പൂജയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ. നടറ അവിടെയൊക്കെ വലിയൊരു ആൽമരം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് മതിലൊക്കെ ഭയങ്കര ഹൈറ്റുള്ള മതിലൊക്കെയാണ്. ഈ സൈഡൊക്കെ ഫുള്ള് വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ അടിപൊളിയാണ്. അതിനൊന്നും കേടുപാട് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ മതിലിൻ്റെ ഭാഗത്താണ് മെയിനായിട്ട് കേടുപാടൊക്കെ സംഭവിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിലധികം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല അമ്പലത്തിൻ്റെ. പിന്നെ ആ സൈഡിൽ ഇത് അവിടെ ഒരു പടിപ്പുര പോലെ എന്തൊക്കെയോ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെയും വലിയ തകരാറൊന്നും കാണാനില്ല കാര്യമായിട്ട്. പിന്നെ ഇതിൻ്റെ വർക്കൊക്കെ അടിപൊളി, നല്ല ഫിനിഷിങ്ങാണ്. നല്ല ഉള്ളിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ മതിലിലാണ് കൂടുതലും കേടുപാടൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അത്യാവശ്യം നല്ല പഴക്കം തോന്നുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.